അസ്സലാമു അലൈക്കും. ഇവർ ചോദിച്ച അനുബന്ധ ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഖബർസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും യാ ദാറൽ മുഅ്മിനീൻ വ ഇൻഷാ അല്ലാഹു ബിക്കും ലൈക്കും, ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്, ഈ സലാം നമ്മൾ ചെല്ലുന്നത് ഈ ഖബറാളികളിൽ കേൾക്കുന്നുള്ള ഉദ്ദേശമല്ല അല്ല. അല്ലെങ്കിൽ സലാം ചെല്ലൂല, നമ്മളിപ്പോൾ കല്ലിനോട് ചെല്ലൂല, മരത്തിനോട് ചെല്ലൂല. സലാം ചെല്ലുന്നതായിരിക്കാം കേൾവിക്കാർക്ക് മാത്രം അല്ലേ. അപ്പോൾ അതുപോലെ ഞങ്ങളിപ്പം മരണപ്പെട്ട വീട്ടിൽ 3 ദിവസം ഞങ്ങൾ, അല്ലെങ്കിൽ മരണപ്പെട്ട അന്നേ ദിവസം തന്നെ ഞങ്ങൾ ഖുർആൻ ഓതുന്നു, മറ്റുള്ളത് ഓതുന്നു. അപ്പോൾ ഒരു പണ്ഡിതന്റെ പ്രസംഗം കേട്ടതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. നിങ്ങൾ അവിടെ ഇരുന്ന് മാതൃഭൂമി പേപ്പർ വായിച്ചോ, കേരള ശബ്ദം വായിച്ചോ, ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളൊരു പ്രസംഗം ഞാൻ കേട്ടതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വൈരുദ്ധ്യം എന്നാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവർ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഉപ്പാൻ, നിങ്ങളീ പറഞ്ഞ പോലെ ധാരത്തിനല്ലേ നമ്മൾ പോകുന്നത്. ഞങ്ങളെ ഉപ്പ, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ സഹോദരങ്ങൾ, ആ മഹലിലുള്ള ഞങ്ങളെ നാട്ടുകാർ, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സലാം ചെല്ലുന്നതും. ഞങ്ങൾ ഖുർആനിൽ പറഞ്ഞ ദുആ പോലും റബ്ബി റഹ്മുമാ കമാ റബ്ബിയാനി സഗീറ, ഇങ്ങനത്തെ ദുആകൾ നമ്മൾ അവിടുന്ന് ചെയ്യുന്നത്. ഞങ്ങൾ ഉമ്മാൻ്റെ അടുക്കാം, നമ്മൾ ഉപ്പാൻ്റെ എടുക്കാം. ഇതേ ഉമ്മയും ഇതേ ഉപ്പയും ഞങ്ങൾ വീട്ടിൻ്റെ അകത്ത് മരിച്ചു കഴിഞ്ഞാൽ ഒരു ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ അവിടുന്ന് മാതൃഭൂമി പേപ്പർ വായിച്ചു വന്നു. ഞാൻ 10-15 വർഷം ഗൾഫിലുണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ സുൽത്താൻ കാബൂസിന്റെ ഉമ്മയിലെ മറ്റൊരു മൊമാലുള്ള സമയത്താണ് 3 ദിവസം ടിവിയിലുള്ള എല്ലാ പരിപാടിയും ബന്ധിച്ചിട്ട് വെറും ഖുർആൻ ഓത്ത്. ഞങ്ങളെ മാതിരി ഈ സൂഫിസം തലക്ക് ഇരുവിട്ടൊന്നുമില്ല അവർ, നമ്മളാറുള്ള മാതിരി. അപ്പൊ ഈ 2 വൈരുദ്ധ്യങ്ങൾ ഇതിപ്പോ ഞങ്ങൾക്ക് കേൾക്കുന്നതുകൊണ്ട് ഞങ്ങൾ സലാം ചെല്ലുന്നു. ഇതേ മരണ വീട്ടിൽ 3 ദിവസം ഞങ്ങൾ തുടർച്ചയായി ഖുർആനോ, ഞങ്ങൾ വീട്ടുകാരൻ, ഞങ്ങളിപ്പോൾ ആരും കൊണ്ടാണ്ടൊന്നുമില്ല, ഞങ്ങൾ വീട്ടുകാരൻ ആയിരിക്കും ചെല്ലുന്നുണ്ടാവുക. പക്ഷെ അവിടെ നിങ്ങൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭൂമി പേപ്പർ വായിച്ചോ, ഇതന്നെ ഈ അനുബന്ധ ചോദ്യമാണ് ഇത്. അതിന്റെ ഈ വൈരുദ്ധ്യം എന്താണുള്ളത്? വളരെ ആത്മാർത്ഥമായി കാര്യങ്ങൾ അറിയാനുള്ള അന്വേഷണമാണ് ഇവിടെ സുഹൃത്ത് നിർവഹിച്ചിരിക്കുന്നത്. അല്ലാഹു സത്യം മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖബർസ്ഥാനിൽ പോവുകയും ഖബർ സന്ദർശിക്കുകയും സലാം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് ഇവിടെ ആവർത്തിച്ചു പറഞ്ഞത്. അതൊക്കെ വേണം എന്നത് ഖബർ സിയാറത്ത് ചെയ്യണം. അത് ഉമ്മാന്റെതോ വാപ്പാന്റെതോ ഇനി പരിചയമുള്ളതോ അല്ലാത്തതോ ഏതുമാകട്ടെ, അവിശ്വാസികളെ ഖബർ പോലും സന്ദർശിക്കൽ അനുവദനീയമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു അവിശ്വാസി, ഒരു അമുസ്ലിം സുഹൃത്ത് മരിച്ചു, അവനെ മറവ് ചെയ്യുക, ആ ഇടം പോലും നമുക്ക് പോയി സന്ദർശിക്കാം എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തിന്? ഏറ്റവും പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ അതിലുണ്ട്. ഒരു ഖബർ പോയി കാണുമ്പോൾ എനിക്കും വേണമല്ലോ മരിക്കുക എന്ന ഒരു ഓർമ്മയുണ്ടാവാൻ അത് നിമിത്തമാണ്. അതൊരു പക്ഷേ മുസ്ലിം അല്ലാത്തൊരാളുടെ ശ്മശാനം കാണുമ്പോഴും അവന് ശവകുടീരം കാണുമ്പോഴും എന്റെ സുഹൃത്തായിരുന്നുവല്ലോ, ഈ ലോകത്ത് ജീവിതം അവസാനിച്ച് പോയി എന്ന ആ ചിന്തയും എനിക്കും ഇതുപോലെ പോകേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവും ഉണ്ടാകാൻ ഒരു പക്ഷേ അത് നിമിത്തമായേക്കാം. ഇനി വിശ്വാസിയുടെ ഖബറാണെങ്കിൽ ആ ഖബറാളിക്ക് സലാം പറയണം, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി ഖബറിങ്കിൽ പോകണം എന്നില്ല, നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ഖബർക്ക് പോയിട്ടേ പ്രാർത്ഥിക്കാവൂ എന്നല്ല പഠിപ്പിച്ചത്. നമ്മുടെ ഏതു പ്രാർത്ഥനയിലും മരിച്ചുപോയവരും അല്ലാത്തവരുമൊക്കെയായ ആളുകളെ, വിശ്വാസികളെ ഉൾപ്പെടുത്താനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പൊ സുഹൃത്ത് പറഞ്ഞല്ലോ അബ്ദുറഹ്മാൻ റബ്ബിയാനി സഗീറ, അത് ഉമ്മയും വാപ്പയും മരിച്ചതിന് ശേഷം മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന സമയത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മരണശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊക്കെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. എന്നാൽ അതുപോലെയാണോ ഇനി അതിലെ കൂടെ ആ സലാം പറഞ്ഞാൽ അവർ കേൾക്കുകയും അവർ ഇങ്ങോട്ട് മടക്കുകയും ചെയ്യുമോ? അങ്ങനെ കേൾക്കുമെന്നും മടക്കുമെന്നും പറയാൻ നമുക്ക് പ്രമാണങ്ങൾ കാണുന്നില്ല. ഈ സലാം ഒരു കേൾക്കുകയും ഒരു മടക്കുകയും ചെയ്യുമെന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ പ്രമാണങ്ങളൊന്നും സ്വഹിയായി ഉദ്ധരിക്കപ്പെട്ടവ പ്രവാചകൻ പഠിപ്പിച്ചതായി നമുക്ക് എവിടെയും അങ്ങനെ കാണുന്നില്ല. അല്ലാഹു അഅലം. അവർക്ക് അല്ലാഹു രക്ഷ ഉണ്ടാവാനുള്ള തേട്ടമാണ്, പ്രാർത്ഥനയാണ്, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ സലാം. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഖബർ സന്ദർശിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? അപ്പൊ നബി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. വിശ്വാസികളെ വീട്ടുകാരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, ഞങ്ങളും നിങ്ങളെ കൂടെ ചേരാനുള്ളവരാണ്. നിങ്ങൾക്കും ഞങ്ങൾക്കും ആഫിയത്തിന് വേണ്ടി റബ്ബിനോട് ഞങ്ങൾ ദുആ ചെയ്യുന്നു. അപ്പോൾ ദുആ റബ്ബിനോട്, ഞങ്ങളും നിങ്ങളെ കൂടെ ചേരാനുള്ളതാണ്. അതൊരു ആത്മഗതമാണ്, അവരെ കേൾക്കാനല്ല. നീയും വാ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് അവിടെ ഇങ്ങോട്ട് പ്രതികരണം ഉണ്ടാവില്ല. അതൊരു ബോധമാണ്. ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറയുമ്പോൾ അതൊരു ബോധമാണ്. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന് അത്തദ്കിറ ബി അഹ്വാലിൽ മൗത വൽ ആഖിറ
എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് കാണാം. അലി റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിൽ ചെന്നു. എന്നിട്ട് ദീർഘമായി അദ്ദേഹം പലപ്പോഴും ഖബർസ്ഥാനിൽ നിൽക്കും. ഖബറുകൾ നോക്കി അദ്ദേഹം അങ്ങനെ പരലോകമോർത്ത് കരയും. ഒരുപാട് സുഹൃത്തുക്കൾ, പരിചയക്കാർ, ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുണ്ടാകാം ഖബർസ്ഥാനിൽ. അപ്പൊ അവിടെ ഇങ്ങനെ ചെന്ന് നിന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കും. എന്ന് അദ്ദേഹം പറയും, ഖബറാളികളെ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങൾ പറയൂ. എന്നാൽ അദ്ദേഹം തന്നെ മറുപടി പറയും, നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നെനിക്കറിയാം, എന്നാൽ ഞങ്ങളെ വിശേഷങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ പോയതിനു ശേഷം നിങ്ങളുടെ ഭാര്യന്മാർ വേറെ വിവാഹം കഴിക്കപ്പെട്ടു പോയി, നിങ്ങളുടെ സ്വത്തുക്കൾ ഓഹരി വെക്കപ്പെട്ടു പോയി, നിങ്ങളുടെ വീടുകൾ മറ്റു പലരും താമസമാക്കി കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയും അദ്ദേഹം ദീർഘമായി കരയുകയും ചെയ്യും. റബ്ബേ, ഇതാണല്ലോ എനിക്കും ഇനി വരാനുള്ളത്. അതാണ് ഖബർ സന്ദർശനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാറുണ്ട്. നേരത്തെ പറഞ്ഞുവല്ലോ. ആയിഷ ബീവി പറഞ്ഞൊരിക്കൽ ഞാൻ പെട്ടെന്ന് ഉണർന്നപ്പോൾ വിരിപ്പിൽ നബിയെ കാണുന്നില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചു. ഞാൻ നോക്കുമ്പോൾ നബി അതാ പുറത്തേക്ക് ഇറങ്ങി നടന്നു പോവുകയാണ്. ഞാൻ പിന്നാലെ ശബ്ദമുണ്ടാക്കാതെ പോയി നബി എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ നബി ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്. ഖബർസ്ഥാനിൽ ചെന്ന് നബി ദീർഘമായി നിൽക്കുന്നു. നബി അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നബി തിരിച്ചു പോരുമ്പോൾ ഞാനും നബി അറിയാതെ ഞാനും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഹദീസിൽ കാണാൻ പറ്റുന്നു. അപ്പൊ അവിടെ ഈ പറയുന്ന പ്രാർത്ഥന ഇത് ഖബറാളി കേൾക്കുമെന്നും പ്രതികരിക്കുമെന്നും ഹദീസിൽ എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ മനസ്സിലെ ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഖബർ സന്ദർശനങ്ങൾ. എന്നാൽ അതുപോലെയല്ല അവർ ഖബറാളിക്ക് വേണ്ടിയുള്ള ഖുർആൻ പാരായണം. മതത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അതിന് പ്രമാണം അനിവാര്യമാണ്. ഏത് വിഷയവും, എത്ര ചെറിയ വിഷയമാവട്ടെ, മതത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ അല്ലാഹു തആല പഠിപ്പിക്കണം, അവന്റെ റസൂൽ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ മരണപ്പെട്ടിട്ടുണ്ട്. ഒരാൾ മരിച്ചാൽ എന്തു ചെയ്യണം നബി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കുളിപ്പിക്കേണ്ടത് എങ്ങനെ, കഫൻ ചെയ്യേണ്ടത് എങ്ങനെ, നമസ്കരിക്കേണ്ടത് എങ്ങനെ, ഖബർ കുഴിക്കേണ്ടത് എങ്ങനെ, മറമഴേണ്ടത് എങ്ങനെ, അവരോടുള്ള ബാധ്യത പിന്നെ എന്തെല്ലാമാണ്, എല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ സഹാബി വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല. നബി വഫാത്താകുമ്പോൾ 1,13,000 സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പ്രബലാഭിപ്രായം. അല്ലാഹു അഅലം. നബിയെ കുളിപ്പിച്ചത് ആര്? ഹദീസിലുണ്ട്. നബിക്ക് വേണ്ടി ഖബർ കുഴിച്ചത് ആര്? ഹദീസിലുണ്ട്. നമസ്കാരം നിർവഹിച്ചത് എങ്ങനെ? ഹദീസിലുണ്ട്. കഫൻ ചെയ്തത് എങ്ങനെ? ഹദീസിലുണ്ട്. ഖബറിലേക്ക് ഇറക്കിയത് ആരാണ്? മണ്ണിട്ട് മൂടിയത് ആരാണ്? എല്ലാം ഹദീസിലുണ്ട്. ആരാണ് ഖുർആൻ ഓതിയത്? എവിടെയും കാണുക സാധ്യമല്ല. എന്നാലും ഖുർആനല്ലേ, നല്ലതല്ലേ, ഖുർആൻ റഹ്മത്ത് വരൂലേ, ഒക്കെ ശരിയാ. ഖുർആൻ ഓതിയ റഹ്മത്ത് ഇറങ്ങുമെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. എന്നിട്ടും ആ റസൂൽ അവിടെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചില്ല. അപ്പൊ മതത്തിൽ ഒരു കാര്യം പുണ്യമാകണമെങ്കിൽ അതിന് പ്രമാണം ആവശ്യമാണ്. ചില സ്ഥലത്ത് പാടില്ലെന്ന് പറയും ഖുർആൻ ഓത്ത്. ഇപ്പൊ റുക്കൂഇൽ ഖുർആൻ ഓതാൻ പാടില്ല. റുക്കൂ ചെയ്യുമ്പോൾ ഒരാൾ പറയും ഞാൻ ഫ്രീ ആണ്, അർജന്റ് ഒന്നുമില്ല, ഞാൻ വളരെ സാവകാശം നിസ്കരിക്കുകയാണ്, റുക്കൂഇൽ ഒരു 2 യാസീൻ ഓതാന്ന് പറഞ്ഞാൽ പറ്റൂല എന്നാണ്. എന്താ ഞാൻ റുക്കൂയിൽ അതൊന്നും പ്രാർത്ഥിക്കുന്നില്ലേ, അതുപോലെ തന്നെ യാസീൻ ഓത്ത് പറഞ്ഞാൽ അവിടെ പറ്റൂല. ഇനി പ്രാർത്ഥനകളിൽ നമ്മൾ ഇവിടെ ദുആ ചെയ്തു, നിങ്ങൾക്ക് ആമീൻ പറയുന്നു. നമ്മൾ ഒരു 10 ആൾ ഒന്നിച്ച് ബാത്റൂമിൽ കണ്ട് പോയാൽ എല്ലാവരും ഉണ്ട്. അപ്പൊ ആരെങ്കിലും പറയാം, ഏതായാലും നമ്മളെല്ലാവരും ഉണ്ടല്ലോ, ഒരാൾ പ്രാർത്ഥിക്കാം, മറ്റൊരു ആമീൻ പറയാ എന്ന് പറഞ്ഞു ഒരാൾ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറഞ്ഞ മറ്റൊരു ആമീനും ചൊല്ലി അങ്ങനെ ഉണ്ടാവോ? ഇല്ലല്ലോ. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കിടന്നുറങ്ങുമ്പോൾ 2 ആളും നിശ്ചയിക്കപ്പെട്ട ദിക്റുകളും ദുആകളും നിർവഹിക്കണമെന്നാണ് പഠിപ്പിച്ചത്. എന്നാ ഞാൻ പ്രാർത്ഥിക്കാൻ നീ ആമീൻ പറഞ്ഞാൽ മതി എന്ന് പറയാറില്ല. അപ്പൊ ഓരോന്നിന് ഓരോ സ്ഥലത്ത് മതം പഠിപ്പിച്ച ചില നയങ്ങളും നിലപാടുമുണ്ട്. ആ നിലക്കാണ് അത് ചെയ്യേണ്ടത്. അതിലെവിടെയും മരിച്ചെടുത്തുള്ള ഖുർആനോത്തില്ല, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഖുർആനോത്തില്ല. അവിടെ മാതൃഭൂമി വായിക്കാൻ പറഞ്ഞോ? ഇല്ല, മാതൃഭൂമി വായിക്കാൻ പാടില്ല, മാതൃഭൂമി വായിക്കാനും പാടില്ല. അവിടെ ചെയ്യേണ്ടത് എന്താ? മരണത്തെപ്പറ്റി ആലോചിക്കുക, അതേക്കുറിച്ച് ചിന്തിക്കുക, മൗനമായിരിക്കുക, ശാന്തമായിരിക്കുക. ആ മരണം, അദ്ദേഹത്തിന് വരാനുള്ള അവസരങ്ങൾ, ഖബർ ജീവിതം, പരലോകം, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അവനവന്റെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളുക. പിന്നെ താങ്കൾ കേട്ട പ്രസംഗത്തിൽ മാതൃഭൂമിയുടെ പരാമർശമുണ്ട്,
മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗത്തിന്റെ ചെറിയ കഷ്ണമാണ് താങ്കൾ കേട്ടിട്ടുണ്ടാവുക. ഏതെങ്കിലും ഉസ്താദുമാർ തങ്ങളുടെ പ്രസംഗത്തിൽ ഒരു പക്ഷേ ആ കഷ്ണം കേൾപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുന്നതും കേട്ടിട്ടുണ്ടായേക്കാം. അതായത് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതലാണോ മാതൃഭൂമി വായിക്കലാണോ നല്ലത്, അല്ലെങ്കിൽ ഏതാണ് പിന്നെ ശരി എന്ന് ചോദിക്കുന്നുവെങ്കിൽ അവിടെ മാതൃഭൂമി വായിച്ചാലും ശരി ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറയും എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഖുർആൻ ഓതുമ്പോൾ അത് മതത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ കൊണ്ടുവരുന്നത്. മതത്തിൽ ഒരു പുണ്യകർമ്മമായി, മതത്തിൽ അങ്ങനെ സുന്നത്തുണ്ട് എന്ന നിലക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലാണ്, അത് ഗൗരവമാണ്. അതായത് ഇന്ന് പത്രം വായിക്കുന്നു, അത് മതത്തിലെ പുണ്യകർമ്മമായിട്ടല്ല അയാൾ ചെയ്യുന്നത്. ഒരുപക്ഷെ അയാളുടെ ഒരു മര്യാദ കുറവോ, അയാൾ മരണത്തെപ്പറ്റി ആലോചിക്കുന്നതിന് പകരം അയാൾ ഭൗതികമായ വിഷയങ്ങൾ വ്യാപൃതമായി കൂടി എന്നത് അയാളുടെ പോരായ്മയോ ആയി പരിഗണിക്കാം നമുക്ക്. കാരണം അവിടെ പത്രം വായിക്കല്ല വേണ്ടത്, അവിടെ തമാശ പറയല്ല വേണ്ടത്, അവിടെ ചിരിക്കാൻ പോലും പാടില്ലാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായ സ്വഹാബി മയ്യിത്തിന് കൂടെ പോകുമ്പോൾ ഒരാൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മയ്യിത്തിന് കൂടെ ചിരിക്കയോ, നിന്നോട് ഞാൻ ഇനി മിണ്ടൂലാണ്. അത്രയേറെ ഗൗരവത്തിൽ അവരെ മയ്യത്തിനെ കൂടെ പോകുമ്പോൾ, മയ്യത്തിന് സമീപത്ത് വരുമ്പോൾ, ഖബറുകൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ മരണമോർത്ത് ഖബറോർത്ത് അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ച് നരക സ്വർഗം ആലോചിച്ച് അതിലൂടെ ഭക്തി ഉണ്ടാവലാണ് പഠിപ്പിക്കപ്പെട്ടത്. അവിടെ പത്രം വായിക്കാൻ പാടില്ല, രാഷ്ട്രീയം പറയാൻ പാടില്ല, തമാശ പറയാൻ പാടില്ല, അവിടെ കുശലാന്വേഷണങ്ങൾ പാടില്ല, അതൊന്നും പാടില്ല. എന്നാൽ ഒരാൾ ഭൗതികകാര്യം സംസാരിക്കുന്നു, ഒരാൾ ഖുർആൻ ഓതുന്നു, ഏതിനാ ഗൗരവം കൂടുതൽ എന്ന് ചോദിച്ചാൽ ഭൗതികകാര്യം സംസാരിക്കുന്നതിനേക്കാൾ ഗൗരവം കൂടുതൽ ഖുർആൻ ഓതുന്നതിന്. കാരണം എന്താ, ഖുർആൻ ഓതൽ പുണ്യകർമ്മമായി മതം പഠിപ്പിച്ച സുന്നത്തായിട്ടാണ് സമൂഹം അവിടെ ചെയ്യുന്നത്. അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലാണ്, അപ്പൊ ഗൗരവം കൂടും. മറ്റത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലല്ല, അയാൾ പാലിക്കേണ്ട മര്യാദ അയാൾ പാലിക്കാതെ പോകുന്നു എന്നതാണ് അയാൾ ചെയ്യുന്നത്. അത് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ മുൻഗാമികളായ ഇമാമികൾ പഠിപ്പിച്ച കാര്യവുമാണ്. സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രഗത്ഭനായ സുഫ്യാൻ സൗരി റഹിമഹുല്ലാ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രഗത്ഭനായ പണ്ഡിതൻ, ഇമാം ഷാഫിയുടെ ഒക്കെ കാലക്കാരൻ. അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന പുത്തൻ ആചാരങ്ങളാണ് പിശാചിന് തിന്മയേക്കാൾ ഇഷ്ടം. തിന്മയേക്കാൾ പിശാചിന് ഇഷ്ടം ബിദ്അത്തുകളാണ്. കാരണം എന്താ, ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ വൽ ബിദ്അ ലാ യുതാബു മിൻഹാ. തിന്മ ചെയ്യുന്ന മനുഷ്യൻ പശ്ചാത്തപിക്കാൻ സാധ്യത കൂടുതലാണ്. ബിദ്അത്തുകൾ ചെയ്യുന്ന മനുഷ്യൻ പശ്ചാത്തപിക്കാൻ സാധ്യത കുറവാണ്. മദ്യപിക്കുന്ന ആൾ, വ്യഭിചരിക്കുന്ന ആൾ, പലിശ വാങ്ങുന്ന ആൾ, സ്ത്രീധനം വാങ്ങുന്ന ആൾ, തീവ്രവാദം ചെയ്യുന്ന ആൾ, ഇവർക്കൊക്കെ കുറ്റബോധം വരാൻ സാധ്യതയുണ്ട്. കാരണം തെറ്റനയക്കറിയാം, അതിന് മടങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്ന, മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ഇത് കൂലി കിട്ടും, പുണ്യമാണ് എന്ന ധാരണയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അയാൾ മടങ്ങാൻ സാധ്യതയില്ല, അയാളുടെ ആവേശം കൂടാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പിശാചിന് തിന്മയേക്കാൾ ഇഷ്ടം ബിദ്അത്തിനോടാണ് എന്ന് സുഫ്യാൻ സൗരി റഹിമഹുല്ല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓതാൻ എവിടൊക്കെയാണോ പഠിപ്പിക്കപ്പെട്ടത് അവിടെ ഓതാം. പൊതുവായുള്ള ഏത് രംഗത്തും ഖുർആൻ ഓതാം. ഒരാൾ സുബഹിസ്കരിച്ച് വീട്ടിലിരിക്കുകയാണ്, അയാൾക്ക് മുസ്തഹബ് പിടിച്ച് ഓതാം, വിരോധമൊന്നുമില്ല. ഒരു ദിവസം ഞായറാഴ്ച ഒഴിവോ ഓഫീസൊന്നുമില്ല, കുറച്ചധികം ഖുർആൻ ഓതി, നല്ല കാര്യമാണ്. ഒരാൾ നടന്നു പോകുന്നു, യാത്ര ചെയ്യുന്നു, വാഹനത്തിൽ പോകുന്നു, ബസ്സിൽ കയറി അയാൾ ഇറങ്ങുന്നവരെ അയാൾക്ക് പരിചയമുള്ള, ഓർമ്മയുള്ള, ഹിഫ്ളുള്ള സൂറത്തൊക്കെ ഓതി അങ്ങനെ യാത്ര ചെയ്തു, നല്ല കാര്യമാണ്. പക്ഷെ അയാൾ പറയാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ ഓതൽ പുണ്യമാണ്, സുന്നത്താണ് എന്ന് പറഞ്ഞാലോ അവിടെ വകുപ്പ് മാറുന്നു. അത് മതത്തിൽ ഒരു പുതിയ കർമ്മം പ്രത്യേകമായി അയാൾ ചേർക്കലായി മാറും. ഒരാൾ മരത്തിൽ കയറി ഇറങ്ങുന്നവരെ അയാൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് അയാൾ കയറിയതും ഇറങ്ങിയതൊക്കെ തെറ്റാണോ? അല്ല. പക്ഷെ അയാൾ പറയാ മരത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലാഹ് പറയാൻ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാലോ അവിടെ വകുപ്പ് മാറി. ആ മതത്തിലേക്കൊന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ് കുല്ലു ബിദ്അത്തിൻ ളലാല. മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ മുഴുവനും വഴികേടാകുന്നു. എല്ലാം വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ. വഴികേടുകളെല്ലാം നരകത്തിലേക്കുമാകും. അതുകൊണ്ട് ഖുർആനാണെങ്കിലും ദിക്റാണെങ്കിലും ദുആ ആണെങ്കിലും സ്വലാത്താണെങ്കിലും നിസ്കാരമാണെങ്കിലും ഒക്കെ അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ആ വൃത്തത്തിൽ നിൽക്കലാണ് അവിടെ ഏറ്റവും പ്രധാനം. ഇപ്പൊ സുബഹി നമ്മൾ നിസ്കരിക്കുന്നു, സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുന്നു, സുബഹിക്ക് ശേഷം 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടോ?
റവാത്തിബായിക്കൊണ്ട് ഇല്ല. വെട്ടം ചോദിക്കുക, സുബഹിക്ക് മുമ്പ് രണ്ടാക്കി നിസ്കരിക്കുക, അതുപോലെ തന്നെ ശേഷം നിസ്കരിച്ചാലും എന്താ വ്യത്യാസം വെച്ചാൽ വ്യത്യാസമുണ്ട്. ളുഹറിന് മുമ്പ് നിസ്കരിക്കുന്നു, ശേഷം നിസ്കരിക്കുന്നു. അസറിന് മുമ്പില്ല, അസറിന് മുമ്പുണ്ട്, ശേഷമില്ല. മഗ്‌രിബിന് മുമ്പും ശേഷം നിസ്കരിക്കാം, ഇശാഇന് മുമ്പും ശേഷം നിസ്കരിക്കാം. സുബഹിക്ക് മുമ്പുണ്ട്, ശേഷമില്ല. കണ്ടോ, സുബഹിക്ക് മുമ്പുണ്ട്, ശേഷമില്ല. അസറിന് ശേഷമില്ല, മുമ്പുണ്ട്. അപ്പൊ എന്താ ഇത് ഇങ്ങനെ എല്ലാം ഒരുപോലെ അല്ല. അത് അള്ളാഹുവാണ് പഠിപ്പിക്കേണ്ടത്. അല്ല, വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യാം, പൊതു ചെയ്യാൻ വെള്ളമില്ല, തയമ്മം ചെയ്യാം. ഒട്ടും ചോദിക്കുക, വെള്ളം ഇല്ലെങ്കിൽ തയമ്മം ചെയ്തൂടെ, എന്നാലും വെള്ളം ഉണ്ടെങ്കിൽ തയമ്മം ചെയ്തൂടെ? പറ്റൂല. അപ്പൊ മതത്തിന്റെ കാര്യത്തിൽ അതാണ്. നമുക്കതിൽ നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയുമല്ല ഒരു കാര്യം മതത്തിന്റെ ലേബലിൽ കൊണ്ടുവരാനുള്ള മാനദണ്ഡം. അള്ളാഹു പഠിപ്പിച്ചുവോ അവന്റെ റസൂല് പഠിപ്പിച്ചുവോ എങ്കിൽ ദീനാണ്. അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ലേ എങ്കിൽ മതമല്ല. അപ്പൊ ഏത് വിഷയത്തിലും ആ ഒരു അന്വേഷണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ എന്തു പഠിപ്പിച്ചു, നബിയിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ ഇതിൽ എന്ത് ചെയ്തു? അവർ ചെയ്തിട്ടില്ല എങ്കിൽ അത് പുണ്യമല്ല, അവർ ചെയ്തിട്ടുണ്ട് എങ്കിലോ അത് പുണ്യവുമാണ്. അപ്പൊ ഖബർ സിയാറത്ത് അവർ ചെയ്തു, അവർ ചെയ്യാൻ പറഞ്ഞു. ഖബറാളിയോട് സലാം പറയൽ അവർ ചെയ്തു, ചെയ്യാൻ പറഞ്ഞു. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ അവർ ചെയ്തു, ചെയ്യാൻ പറഞ്ഞു. എന്നാൽ മയ്യത്തിന് മുമ്പിൽ വെച്ചോ ഖബറിങ്ങിൽ വെച്ചോ അവർക്ക് പ്രത്യേകമായ ഖുർആൻ ഓതി അതിന് കൂലി അവർക്ക് ഹദിയ ചെയ്യൽ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബിമാർ ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യാൻ പാടില്ല. അതാണ് മതത്തിന്റെ ഒരു അടിസ്ഥാന പാഠം. അതുകൊണ്ടാണ് മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നും ഖബറിൽ ചെന്ന ഖുർആൻ ഓതുകയല്ല വേണ്ടത് എന്നും ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മരിച്ച് കിടക്കുമ്പോഴും പറ്റും, മറമാടുന്നതിന് മുമ്പും പറ്റും, മറമാടിയതിനു ശേഷവും പറ്റും, അതിന് എപ്പോഴും ഖബറിൽ ചെന്നും പറ്റും, അല്ലാതെയും പറ്റും. എവിടെയും നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഇപ്പൊ ഇവിടെയും നമ്മുടെ പ്രാർത്ഥന എന്താ? അല്ലാഹു ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുവേ, വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കണേ, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് നമ്മളെല്ലാ ഖുതുബയിലും എല്ലാ വഅലും എല്ലാ പ്രസംഗത്തിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, ഖുർആൻ ആവശ്യപ്പെട്ടതാണ്. നേരത്തെ എന്റെ വിശാലത്തിൽ ഞാൻ പറഞ്ഞു, മറ്റൊരാളുടെ പ്രാർത്ഥന വേറൊരാൾക്ക് ലഭിക്കുമ്പോൾ അത് അയാൾക്ക് അള്ളാഹുവിന്റെ പക്കൽ കുറച്ചുകൂടെ സാമീപ്യം കിട്ടാനുള്ള മാർഗമായി മാറുകയും ചെയ്യും. അതാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. അല്ലാഹു അഅലം. എന്റെ പേര് റഹീം എന്നാണ്. എന്റെ ചോദ്യം ഇത്, മഹാന്മാരായ ഔലിയാക്കന്മാർ അമ്പിയാക്കളുടെ പേരിൽ മൗലിദ് ഓതാറുണ്ട്. ശിർക്ക് കലരാതെ മൗലിദ് ഓതുന്നത് ശരിയാണോ തെറ്റാണോ? മൗലിദ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് എന്താണ് അതിന്റെ ബേസ്, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രശംസിക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ തീർച്ചയായും പറ്റും. മദ്ഹ് പറയാൻ പറ്റും, പ്രശംസ പറ്റും. സ്വാഭാവികമായും മനുഷ്യന്റെ സഹജമായ ഒന്നാണ് താൻ ഇഷ്ടപ്പെടുന്നവരെ പ്രശംസിക്കുക എന്നുള്ളത്. നമ്മുടെ മാതാവിനെ, നമ്മുടെ പിതാവിനെ, നമ്മുടെ മക്കളെ, നമ്മളുമായി വേണ്ടപ്പെട്ടവരൊക്കെ നമ്മൾ പലപ്പോഴും പ്രശംസിച്ച് പറയാറുണ്ട്. എന്നതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ മാതൃകയാക്കുന്ന ഇസ്ലാമിക ലോകത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്ത മഹത്തുക്കളെ, മഹാന്മാരെ, പണ്ഡിതന്മാരെ ഒക്കെ മഹത്വവൽക്കരിക്കുക, പ്രശംസിക്കുക എന്നത് സ്വാഭാവികമാണ്. അതിന് തെറ്റൊന്നുമില്ല, ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതേസമയം മൗലിദ് എന്ന് പറയുമ്പോൾ അത് കേവല പ്രശംസയല്ല. മൗലിദ് എന്ന പദം തന്നെ അവിടെ ജന്മവുമായി ബന്ധപ്പെട്ട് ചൊല്ലാനായി പഠിപ്പിക്കപ്പെട്ട ചില പ്രത്യേകമായ പദ്യങ്ങളുടെയും ഗദ്യങ്ങളുടെയും സമാഹാരമാണ് മൗലിദ്. ഇത് കേവലമായ ഒരു പ്രശംസ കാവ്യമല്ല. ഒരാളിപ്പോൾ ഒരു പത്രത്തിലോ ഒരു മാസികയിലോ ഒരു മഹാനായ മനുഷ്യനെ കുറിച്ചൊരു പ്രശംസ ഒരു കവിതയായോ ലേഖനമായോ എഴുതി ഒരു വിരോധമില്ല. അതാരും വിട്ടു സൂക്ഷിച്ചിങ്ങനെ എന്നും രാവിലെയും വൈകുന്നേരം ചൊല്ലിപ്പോകാറൊന്നുമില്ല. എന്നാൽ മാലകളും മൗലിദുകളും ആകുമ്പോൾ അത് പ്രത്യേകമായ അപ്രമാദിത്വമുള്ള പദ്യഗദ്യങ്ങളായിട്ടാണ് സമൂഹത്തിൽ വരുന്നത്. ഉദാഹരണം മൊഹീദ്ദീൻ മാല, അത് ശിർക്കും മറ്റൊക്കെ നമ്മൾ മാറ്റിവെക്കുക. അതിലൊക്കെ അതീതമായി മൊഹീദ്ദീൻ മാലയെക്കുറിച്ചുള്ള വിശ്വാസം എന്താ? മൊഴിയൊന്നും പിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേന. മൊഹീദ്ദീൻ മാല 158 വരിയാണ്. ഈ 158 വരി ഒറ്റ വാക്കും പിഴക്കാതെ ഒന്നും വിട്ടുപോകാതെ അത് പൂർണ്ണമായി ഒരാൾ ചൊല്ലിയാൽ സ്വർഗത്തിൽ അയാൾക്ക് കൊട്ടാരം കിട്ടുമെന്നാണ്. അപ്പൊ കേവലമായ പ്രശംസയല്ല എന്നർത്ഥം. ആ തരത്തിലാണോ ചൊല്ലുന്നത് എങ്കിൽ അതിൽ ശിർക്കില്ലെങ്കിലും അതിൽ അമിതമായ ഒന്നുമില്ലെങ്കിലും ഉള്ള ചരിത്രമേ ഉള്ളുവെങ്കിൽ പോലും ഈ ധാരണ വരുമ്പോഴേക്ക് അത് മതത്തിൽ നിന്ന് ഔട്ടായി. ഈ പദ്യങ്ങൾ നാം ചൊല്ലിത്തീർത്താൽ
സ്വർഗത്തിൽ കൊട്ടാരമുണ്ട് എന്ന് പറയുമ്പോൾ അത് കേവല കാവ്യം എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാമികമായി ഒരു വലിയ സ്ഥാനമുള്ള ഒന്നായി മാറി. ബദർ മൗലീദ് എന്തിനാ ചൊല്ലുന്നത്? ബദർ മൗലീദും ബദർമാലയും ചൊല്ലിയാൽ എന്താ? എല്ലാ പ്രശ്നവും തീരുമെന്നാണ്. എല്ലാ പ്രശ്നവും തീരും. വീട്ടിൽ കള്ളന്മാർ വരാതിരിക്കാൻ, രോഗമില്ലാതിരിക്കാൻ, അതിനൊക്കെ അത് മതി എന്നാണ്. പ്രസവ വേദനയ്ക്ക് പോലും ഏറെ മികന്തുള്ള ഫേറ്റി വരുത്തത്തിൽ ഇന്ദർ സ്വഹാബികൾ ഫെരീനെ ചൊല്ലുകിൽ കുറിമുടിയും മുനം പള്ള തന്നീന്ന് കുട്ടി ഫിറക്കലിൻ ഇല്ലാസക്കെന്നോവർ. പ്രസവ വേദനയിൽ ഈ പേരാണ് ചൊല്ലിത്തീർത്താൽ ചൊല്ലിത്തീരും മുമ്പ് വയറ്റുന്ന് കുട്ടി പിറക്കും, സംശയം വേണ്ടാണ്. ആ നിലക്കാണോ ചൊല്ലുന്നത്? എങ്കിൽ ഞാനത് ഒരു ശിർക്കുമില്ലെങ്കിലും ആ വിശ്വാസം തന്നെ പോയി. അതുകൊണ്ടാണ് മൗലിദുകൾ നമ്മൾ അങ്ങനെ എതിർക്കുന്നത്. അതല്ലെങ്കിൽ കേവലം ഒരു പ്രശംസാകാവ്യമാണെങ്കിൽ ആർക്കും ആക്ഷേപമില്ല. നമ്മളൊക്കെ പ്രശംസിച്ച് ലേഖനം എഴുതുന്നവരും കവിത ചൊല്ലുന്നവരും ഒക്കെ തന്നെയാണല്ലോ. മുജാഹിദ് പുസ്തകത്തിന്റെ മദ്രസ പാഠപുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ മുഹമ്മദ് നബി അനുപമ വ്യക്തിത്വം എന്നാണ്. മുഹമ്മദ് നബി അനുപമ വ്യക്തിത്വം ഒരു പുസ്തകത്തിന്റെ പേരാ, പാഠപുസ്തകത്തിന്റെ. അതിന് പ്രവാചകന്റെ ജീവിതത്തിലെ മഹത്വങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക പുസ്തകം. അവിടെ പത്രങ്ങളിൽ, മാസികകളിൽ, പ്രസിദ്ധീകരണങ്ങളിലെല്ലാം അങ്ങനെയുള്ള പ്രവാചകന്മാരെയും മഹത്തുക്കളെയും ചരിത്രം പഠിപ്പിക്കാറുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി പ്രത്യേകം പുസ്തകം പ്രസിദ്ധീകരിച്ചവരാ മുജാഹിദുകൾ. ഷെയ്ഖ് ജീലാനി എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ, അദ്ദേഹത്തെ ശരിയായ ചരിത്രം സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകം ഇറക്കിയവരാ മുജാഹിദ് പ്രസ്ഥാനം. പല മഹാന്മാരെയും കുറിച്ച് അങ്ങനെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രവാചകർക്കെതിരെ ആക്ഷേപം വന്നപ്പോൾ പ്രവാചകനെ അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പ്രഖ്യാപിച്ചവരാ മുജാഹിദ് പ്രസ്ഥാനം. അപ്പൊ അതൊന്നും പാടില്ല എന്നല്ല. എന്നാൽ മാല മൗലിദ് റാത്തീബ് കുത്തുബിയത്ത് ഹദ്ദാദ് എന്ന് പറയുമ്പോൾ അത് കേവല പ്രശംസാ കാവ്യങ്ങളല്ല, അത് കേവലമായ മഹത്വവൽക്കരിക്കലുകളല്ല, അതിനപ്പുറത്തെ നേർച്ചപ്പാട്ടുകളായി കൊണ്ടുവരുന്നു. മാത്രം 1933 കോഴിക്കോട് മീൻചന്തയിൽ കൂടിയ സമസ്ത സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയം തന്നെ ഈ വക പാട്ടും ബെയ്ത്തും മാലയും മൗലിദും ഒക്കെ ചൊല്ലുകയോ ചൊല്ലിക്കുകയോ ചെയ്യാത്തവൻ ഖാദിയാവാനും ഖതീബാകാനും വരെ പറ്റൂലാണ്. അങ്ങനെ വരുമ്പോൾ അത് കേവലമായ പ്രശംസാ കാവ്യമായി മാത്രം വിചാരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഈ ധാരണ ഉള്ളിടത്തോളം കാലം അതിൽ എന്ത് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ആ വകുപ്പുകൾ തന്നെ നമുക്ക് സ്വീകരിക്കാവതല്ല. അതേസമയം മഹത്തുക്കളായ ആളുകളെ, പണ്ഡിതന്മാരെ ഒക്കെ നമുക്ക് മഹത്വയ്ക്ക് സംസാരിക്കാം. അവരെ ആക്ഷേപിച്ചാരെയും പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാം, നമുക്ക് മറുപടികൾ പറയാം. അവർക്കെതിരെ വല്ല പ്രശ്നങ്ങളും വരുമ്പോൾ അവിടെ മഹത്വങ്ങൾ നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ആവശ്യങ്ങളുമായി, എല്ലാ സംരംഭങ്ങളുമായി നമുക്ക് ഇറങ്ങാം. അതൊന്നും പാടില്ല എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. ഈ മാലമൗലിദുകളെ സംബന്ധിച്ച് സാധാരണയായിട്ട് അത് ഔലിയാക്കന്മാരെ സംബന്ധിച്ചും അമ്പിയാക്കന്മാരെ സംബന്ധിച്ചും മദ്ഹ് പറയുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് ചൊല്ലുന്നതും ചൊല്ലിപ്പിക്കുന്നതും ഒക്കെ. അവിടെ വരുന്ന വേറെ ചില പ്രശ്നങ്ങൾ, ഒന്ന്, ഈ മുഹ്യിദ്ദീൻ മാല ഇപ്പൊ ജീലാനി ദിനം ആചരിക്കുന്ന സമയമാണ്. മുഹ്യിദ്ദീൻ മാലയും അതേപോലെ കുത്തുബിയത്തും അതേപോലെ ഷെയ്ഖുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അത് ചൊല്ലുന്ന ഒരാളുടെ വിശ്വാസം എന്താണ്? അത് എനിക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം. ഈ മുഹ്യിദ്ദീൻ മാല പോലെ രചിക്കപ്പെട്ട മറ്റൊന്നാണ് റിഫായി മാല. മുഹ്യിദ്ദീൻ മാല രചിച്ച് 200 കൊല്ല ശേഷം വന്നതാണ് റിഫായി മാല. എന്ന് പറഞ്ഞാൽ മുഹ്യിദ്ദീൻ മാലയേക്കാൾ 200 കൊല്ലം ആയുസ് കുറവാണായിരിക്കും റിഫായി മാലക്ക്. ഈ മുഹ്യിദ്ദീൻ മാലയില് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു കാലഘട്ടത്തിൽ സൂഫിയത്തിന്റെ കടന്നുകയറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ ചില പ്രത്യേകമായ ത്വരീഖത്തുകൾ വരികയും ആ ത്വരീഖത്തിലേക്ക് ആളുകളെ ചേർക്കുകയും അങ്ങനെ ആ ത്വരീഖത്തിനെ മഹത്വവൽക്കരിക്കാനും ആ ത്വരീഖത്തിലെ ഷെയ്ഖിന്റെ മഹത്വം പറയാനും അങ്ങനെയൊക്കെ മാലമൗലികൾ വരുന്നത്. അങ്ങനെ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടുള്ള കാവ്യ രചനയാണ് മുഹ്യിദ്ദീൻ മാല എന്ന് പറഞ്ഞത്. അപ്പോൾ ആളുകളൊക്കെ ആ ത്വരീഖത്തിന്റെ കൂടെയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് 200 കൊല്ലം കഴിഞ്ഞപ്പോ റിഫായി ഷെയ്ഖിന്റെ പേരിൽ ഒരു മാല വന്നു. ആ മാല പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്, മുഹ്യിദ്ദീൻ മാലയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ നേരെ മറുപടി പറയാം. നമുക്കിതൊന്നും അറിയില്ല, നമ്മൾക്ക് വലിയ ആ വിഷയത്തെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ട് നമ്മൾ അതും ചൊല്ലും ഇതും ചൊല്ലും. ശരിക്കും റിഫായി മാല പരിശോധിച്ചാല് ഈ മുഹ്യിദ്ദീൻ മാലക്കുള്ള തനി ഖണ്ഡനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സാമ്പിളിന് ഒരു 3-4 വരികൾ കാണിച്ചു തരാം. ഇത് മുഴുവൻ പരിശോധിച്ചാൽ ഒരുപാട് കാണാൻ കഴിയും.
മുഹ്യിദ്ദീൻ മാല എതിർത്തിട്ട് കണ്ണനം എഴുതിയതുപോലെയാണ് റിഫായി മാല. അപ്പൊ ഒന്ന് ശൈഖിന്റെ മുഹ്യിദ്ദീൻ മാലയിൽ കാണാം, എല്ലായിലും മേലെ അർശിങ്കൽ ചെന്നോവർ, എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ ആദം നോവർ. മുഹ്യിദ്ദീൻ ശൈഖ് എവിടെ പോകും? അർശിന്റെ മുകളിൽ ചെല്ലും. അതിന്റെ മുകളിലേക്ക് ഇനി വേറില്ലല്ലോ. അപ്പൊ ഏറ്റവും ടോപ്പിൽ അവിടെ എത്തും. പിന്നെ ശൈഖിന്റെ കണ്ണ് എപ്പോഴും എവിടെയാണ്? ലൗഹിലാണ്, മുഹ്യിദ്ദീൻ മാലയിൽ. അപ്പൊ റിഫായി മാലക്കാർ എന്താ ചെയ്തെന്നറിയോ? ഇരിപ്പിൽ ഞാൻ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് ഉലകർക്കൂറൂതി പാറയും ഞാനും നോവർ. മുഹ്യിദ്ദീൻ ശൈഖിന് ലൗഹുൽ മഹ്ഫൂദ് ആണെങ്കിൽ അർശിന്റെ അവിടെ പോണ്ടേ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് തന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ആർക്കാ പവർ കൂടുതൽ? ആ മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആ ത്വരീഖത്തിൽ അല്ല, ഇപ്പുറത്തെ ത്വരീഖത്തിലേക്ക് വരണം. ഇവിടെ റിഫായി ത്വരീഖത്ത് വാറുണ്ട്, അത് ജീലാനി ത്വരീഖത്താണ്. അതിനേക്കാൾ നല്ലത് ഇവിടെയാണ്. ഒരു തരം മത്സരം തന്നെയാണ്. അത് ഒരു ഉദാഹരണം. ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം നോക്കി നിങ്ങൾ. മുഹ്യിദ്ദീൻ മാലയിൽ കാണാം, 4 കിതാബേയും മറ്റുള്ള സുഹഫേയും നായൻ ആരുളാലേ ഓതി ഉണർന്നവർ. തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഇങ്ങനെ ഖുർആൻ 4 കിതാബ്. പിന്നെ ഏതെല്ലാം സുഹഫ് ഏടുകളുണ്ടോ അതൊക്കെ അള്ളാന്റെ കൽപ്പന പ്രകാരം മുഹ്യിദ്ദീൻ ശൈഖ് ഓതി പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം ഇൽമു പാലിക്കാനുള്ളത് ശൈഖിനാണ്. അപ്പൊ റിഫായി മാലക്കാർ റിഫായി തരീഖത്തിന്റെ ആളെന്ത് ചെയ്തു? ഇൽമ അവിടെ എല്ലാ ഇൽമും അപ്പുറത്താന്ന് പറഞ്ഞാൽ ഇവിടെ ആളുണ്ടാവൂലല്ലോ. അപ്പൊ അതിന് മറുപടി കേട്ടോ. ഓതും ഫൂറൂഖാൻ സബൂറിഞ്ചിൽ തൗറാത്തും ഓതാതറിഞ്ഞ് ഞാനെന്ന് പറഞ്ഞോവർ. നിങ്ങളെ ശൈഖ് ഓതി പഠിച്ചതല്ലേ, ഞങ്ങളെ ശൈഖ് ഓതാണ്ട് പഠിച്ചതാണ്. ഇത് കണ്ണനല്ലെങ്കിൽ പിന്നെ എന്താ? നമ്മൾ രണ്ടും ചൊല്ലും, നമ്മുടെ കാര്യം എത്ര ഉള്ളൂ, നമുക്കിത് ഓതിയാ മതി. അപ്പൊ നമ്മൾ ചൊല്ലിപ്പിക്കുന്ന ആളുകൾ എത്ര കാനുള്ളവരാണോ അതനുസരിച്ചിട്ട് നമ്മളെ സ്വർഗത്തിലേക്കുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കി പോയതാണ്. ഇനി ഒരു ഉദാഹരണം കൂടി ആ വിഷയത്തിൽ കേട്ടോളൂ. മുഹ്യിദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വലിയ കഴിവ് പറയാണ്. കണ്ണിൽ കാണാത്തതും കൽബാകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. അത് ശൈഖിന്റെ ഒരു കറാമത്ത, നല്ല കഴിവാണ്. എല്ലാം കൺകൊണ്ട് കണ്ട പോലെ പറയും, കണ്ടില്ലെങ്കിലും കൽബകത്തുള്ളതൊക്കെ അങ്ങനെ പറയും. അപ്പൊ ശൈഖിന് ആ കഴിവുണ്ടെന്ന് പറഞ്ഞപ്പോ ആ കഴിവ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് റിഫായി മാലക്കാരൻ എന്ത് ചെയ്തു? ഖോജ മുഹ്യിദ്ദീനും താനും കളിക്കുമ്പോൾ കണ്ണിൻ പീരിയത്തിന്മേലെ ഓടിച്ചോവർ. കണ്ണിൽ കാരുമീശീം മാമിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾ വാരുവീനാതെന്നോവർ. മുഹ്യിദ്ദീൻ ശൈഖും റിഫായി ശൈഖും കൂടി ഒളിച്ചു കളിച്ചപ്പോ മുഹ്യിദ്ദീൻ ശൈഖിന്റെ കണ്ണിന് പുരികത്തിൽ റിഫായി ശൈഖ് കയറി ഒളിച്ചു. എന്നിട്ട് കണ്ടില്ല, തെരഞ്ഞു നടന്നു. അപ്പൊ കാണുന്നോ കാണൂലാന്നോ ഇനി നമ്മൾ തീരുമാനിക്കുന്നത് ഓതണോ ഓതണ്ടേ. ഇതാണ് ഇതിന്റെ സാമ്പിളിന് 3 പറഞ്ഞു എന്നുള്ളതിൽ മുഴുവൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നം ഇതിലുണ്ട്. പിന്നെ അതിനേക്കാൾ വലിയ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും മഹാത്മാക്കളെ സംബന്ധിച്ചും അവർ പറയാത്ത, പ്രവാചകൻ പറയാത്ത പലതും പറഞ്ഞു ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. റസൂൽ പറയാത്തൊരു കാര്യം പറഞ്ഞാൽ ഫല്യതബവ്വഉ മഖഅദഹു മിനന്നാർ. മൗലൂദിൽ എത്ര സ്ഥലത്ത് കാണാം ഖാല റസൂലുള്ളാഹ്, ഖാല അല്ലാഹു തആല എന്ന് മൗലൂദിൽ കാണാം. അതിനർത്ഥം അള്ളാഹ് പറഞ്ഞു എന്നാ. അള്ളാഹ് പറയാത്ത പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ അപകടം എന്താണ്? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. അള്ളാഹ് പറയാത്ത പറഞ്ഞത് കെട്ടിച്ചമച്ച് പറയാം, അത് വലിയ അക്രമമാണ്. അപ്പൊ അള്ളാഹ് പറയാത്ത പറഞ്ഞു എന്ന് മൗലൂദ് കിതാബുകളിലുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത പറഞ്ഞു എന്നും അതിലുണ്ട്. അപ്പൊ ഈ അപകടങ്ങളും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അത് പുണ്യകർമ്മമായി നമ്മൾ ആരും കാണേണ്ടതില്ല. ശിർക്കിന്റെ ഭാഗത്ത് നമ്മൾ പോയിട്ടില്ല. ശിർക്കല്ലാതെ തന്നെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ ഉണ്ട്. അതിൽ നമ്മൾ സ്വയം മോചിതരാകണം. നമ്മുടെ കൗമിനെ നമ്മൾ അതിൽ രക്ഷപ്പെടുത്തുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ഏറെക്കുറെ തീരാറായിട്ടുണ്ട്. ഇനി ഒരു സംശയം കൂടി ചോദിക്കുവാനുള്ള അവസരമാണ്. ഇത് അവസാനത്തെ ചോദ്യമായി പരിഗണിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ആദം നബി അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവസ്സുൽ ചെയ്തിരുന്നെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ റിപ്പോർട്ടിൽ കാണപ്പെടുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്താണ്? ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിഷയത്തിൽ അദ്ദേഹം സ്വർഗത്തിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുകയും അതുവഴി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കിയിട്ടാണ് അല്ലാഹു തആല പുറത്തു നൽകിയത് എന്ന് പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ പഠിപ്പിച്ചത് 2 ആയത്തുകൾ കാണാം. ഒന്ന് ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി.
ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ ഏറ്റുവാങ്ങി സ്വീകരിച്ചു. അതുപ്രകാരം അള്ളാഹുവോട് ദുആ ചെയ്തു. അള്ളാഹു തൗബ സ്വീകരിച്ചു. ആ വചനങ്ങൾ എന്താണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചു. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവേ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് അന്യായങ്ങൾ ചെയ്തു പോയി. നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോകും റബ്ബേ. അപ്പൊ അതാണ് ആദം നബിയുടെ ദുആ ആയി ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇനി ആ വിഷയത്തിൽ ദുർബലമായ ഒരു റിപ്പോർട്ട് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിലും മറ്റു ചില ഗ്രന്ഥങ്ങളിലുമൊക്കെ ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹിമഹുള്ളാഹുവിന്റെ തഫ്സീറിൽ അത് വന്നിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. തഫ്സീർ അത് ഉള്ളതായിട്ട് ഓർമ്മയിലില്ല. എന്നാൽ മറ്റു ചില ഗ്രന്ഥങ്ങളൊക്കെ അത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതായത് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന് പഴം ഭക്ഷിച്ചു പുറത്താകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു വന്ന, അള്ളാഹുവെ, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു, നീ എനിക്ക് പുറത്തു തരണം. അപ്പൊ അള്ളാഹു ചോദിച്ചു, കൈഫ അറഫ്ത മുഹമ്മദൻ, നീ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് ജീവൻ നൽകുകയും ചെയ്തപ്പോൾ ഞാൻ തല ഉയർത്തി നോക്കി അർശിലേക്ക്. അപ്പോൾ അർശിന്റെ കാലുകളിൽ എഴുതി വെച്ചതായി ഞാൻ കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി, നിന്റെ പേരിന്റെ കൂടെ നീ ഒരു പേര് എഴുതി വെക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ പേരായിരിക്കും എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ ആ മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയതും അതുപ്രകാരം തേടിയതും. അപ്പൊ അള്ളാഹു പറഞ്ഞു അത്രേ, ലൗലാ മുഹമ്മദുൻ ലമാ ഖലഖ്തുക, മുഹമ്മദ് നബി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞുവെന്നാണ് ആ റിപ്പോർട്ട്. ഒരു സ്വഹിയായ റിപ്പോർട്ടല്ല, ദുർബലമായ ഒരു സംഭവമാണ്, ദഈഫാണ് എന്നും ചില പണ്ഡിതന്മാർ അത് മൗദൂ നിർമ്മിതമാണ് എന്നും വരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ടാണ് അത്. ഇമാം ഹാക്കിമിന്റെ അൽ മുസ്തദറക് എന്ന കിതാബിലാണ് അത് വന്നിട്ടുള്ളത്. അതല്ലാതെ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ അത് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ബലമായ ഓർമ്മയുള്ളത്. പിന്നെ മറ്റു ചില തഫ്സീറിൽ വന്നിട്ടുണ്ട്. ഇപ്പോ ജലാലുദ്ദീൻ സുയൂത്തിയുടെ അദ്ദുറുൽ മൻസൂർ എന്ന കിതാബിൽ അത് വന്നിട്ടുണ്ട്. അത് ഇത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് കഥകൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഹസൻ ഹുസൈൻ, അലി ഫാത്തിമ എന്നിവരുടെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് ആദം നബിക്ക് രക്ഷ കിട്ടിയത് എന്ന് തഫ്സീർ ദുറുൽ മൻസൂറിലുണ്ട്. സുയൂത്തിയുടെ ദുറുൽ മൻസൂർ എന്ന കിതാബിൽ കാണാൻ കഴിയും. അദ്ദേഹം തേടി, പഠിച്ചോനെ, അലിയുടെയും ഫാത്തിമയുടെയും ഹസൻ ഹുസൈന്റെയും ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അപ്പൊ അത് ഷിയാക്കളുടെ സംഭാവനയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള കുറെ കഥകൾ വന്നിട്ടുണ്ട്. അതൊന്നും സ്വഹീഹായി സ്വീകാര്യയോഗ്യമായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടവയല്ല. അവിടെ ഒരു കഥയുണ്ട്, റിപ്പോർട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കാൻ അള്ളാഹുവോ അവന്റെ റസൂലോ ആണ്. ആ അള്ളാഹു പഠിപ്പിച്ചതാവട്ടെ, റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പ്രാർത്ഥിച്ചുവെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞത്. അവിടെ ഹക്കും ജാഹും ബർക്കത്തും ഒന്നുമില്ല. ഇനി ഈ വിഷയത്തിൽ മാത്രം സഖാഫിമാരുമായി നമ്മൾ ഒരു സംവാദം നടത്തിയിട്ടുണ്ട്. യൂട്യൂബ് കേരളത്തിൽ കിട്ടും. അകലാട് സംവാദം എന്നടിച്ചാൽ തൃശൂർ ജില്ലയിൽ ചാവക്കാടടുത്ത് അകലാട് എന്ന സ്ഥലത്ത് വെച്ച് സഖാഫിമാരുമായി ഈ ഒറ്റ വിഷയത്തിൽ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ടാണോ തേടിയത്, അങ്ങനെ സംഭവം ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ മാത്രമായി എപി വിഭാഗം സുന്നികളും മുജാഹിദുകളും തമ്മിൽ വാദപ്രതിവാദം ഈ വിഷയത്തിൽ 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയുണ്ടായിട്ടുണ്ട്. യൂട്യൂബ് കയറി അകലാട് സംവാദം എന്നടിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. അതിൽ വിശദമായി ഇൻഷാല്ലാഹ് വിഷയം പഠിക്കാനും സാധിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുക. ഏതായിരുന്നാലും ഏത് വിഷയത്തിലും നമുക്ക് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന കാര്യം മാത്രമേ മതമായി സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ എന്നത് നാം ഇതിലെ ഒരു ആശയമായി നമ്മൾ പഠിക്കുക. അതോടൊപ്പം റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവരോട് മാത്രം സഹായമർപ്പിക്കുക. അതാണ് ഏറ്റവും അടിസ്ഥാനം. അല്ലാഹുവല്ലാത്ത ഒരാൾക്കും നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. ഒരു മഹാനും ഒരു നബിക്കും ഒരു വലിയനും ഒരു ഷഹീദിനും ഒരു സ്വാലിഹിനും ഒരു മലക്കിനും ഒരു ജിന്നിനും ഒരാൾക്കും തന്നെ നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. ആരൊക്കെ ലോകത്ത് എന്തൊക്കെ ചെയ്താലും അവർക്ക് നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥ പ്രകാരം എന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യുമെന്നല്ലാതെ അതിനപ്പുറത്ത് മറഞ്ഞ വഴിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അദൃശ്യ മാർഗത്തിൽ അള്ളാഹു മാത്രമേ സഹായിക്കുകയുള്ളൂ, മറ്റാരും സഹായിക്കില്ല. ജിന്നുകളും മലക്കളൊക്കെ അഭൗതിക കഴിവുള്ളവരാണ് എന്ന ചർച്ചകൾ ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെയൊക്കെ ആളുകളിൽ തന്നെ ചില ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങി. അത് വലിയ അപകടം തന്നെയാണ്.
അതിന്റെ ഒരു ബാക്കി പത്രം എന്ന നിലക്കാണ് നമ്മുടെ നാട്ടിൽ പല ഹദീസുകളും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് കൂടി നമ്മൾ ഇതിന്റെ ഒരു അനുബന്ധം എന്ന നിലക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവല്ലാത്ത അവന്റെ സൃഷ്ടികളായ ജിന്നുകളും മലക്കൾക്ക് അബോധ കഴിവുള്ളവരാണെന്ന് പറയുകയും അതുകൊണ്ട് അവരാരും മനുഷ്യ ജീവിതത്തിൽ ഇടപെടുകയില്ല, മലക്കൾ സഹായിക്കില്ല, ജിന്നുകൾ ഉപദ്രവിക്കില്ല, അങ്ങനെ ഉപദ്രവിക്കുമെന്നോ സഹായിക്കുമെന്നോ വിശ്വസിച്ചാൽ തന്നെ അബൗദ്ധികമായി സഹായിക്കുന്നു വിശ്വസിക്കലായി എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകൾ അങ്ങനെ പുതിയ നയങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ ജിന്നും ശൈത്താനൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ചയായി മാറുകയും ചെയ്തു. അതിന്റെ ഒരു ബാക്കി പത്രമായി കൊണ്ടാണ് ചില ആളുകളൊക്കെ സിഹറിന് യാഥാർത്ഥ്യമില്ല, കണ്ണീറിന് യാഥാർത്ഥ്യമില്ല, ജിന്നുപാലക്ക് യാഥാർത്ഥ്യമില്ല തുടങ്ങിയ വാദങ്ങൾ കൊണ്ടുവരികയും അടുത്ത സ്റ്റെപ്പിൽ സംസം വെള്ളം രോഗസമ്മനിയല്ല എന്നും ഹജറുൽ അസ്വദിനെ ചുംബിച്ചാൽ അത് ആളുകൾക്ക് വേണ്ടി സാക്ഷി പറയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്നും ഖബർ ശിക്ഷ പോലും ഇല്ലെന്നും അതേപോലെ സിറാത്ത് പാലമില്ലെന്നും മസീഹുദ് ദജ്ജാൽ എന്ന ഖിയാമത്ത് നാളിന് മുന്നോടിയായി വരാനുള്ള അടയാളമൊന്നുമല്ലെന്നും വരെയുള്ള പേഴ്ച വാദങ്ങൾ കൊണ്ടുവരികയും അതൊക്കെ മുജാഹിദുകളെ പേരിൽ പോലും പ്രചരിപ്പിക്കുകയും അത്തരം ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ആ നിലയ്ക്ക് പോകാനുള്ള ചില ശ്രമങ്ങളൊക്കെ ചില ഭാഗത്തുണ്ടാവുകയും ചെയ്തത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതൊക്കെ വളരെ അപകടം പിടിച്ച ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കാത്ത ചില നിലപാടുകൾ തന്നെയാണ്. സ്വന്തമായി പ്രചരിപ്പിച്ചപ്പോൾ അതിന് വേണ്ടത്ര അഡ്രസ് കിട്ടാതിരുന്നപ്പോൾ അതൊരു ഔദ്യോഗിക സംവിധാനത്തിൽ പ്രചരിപ്പിക്കാൻ ചില ആളുകൾ പരിശ്രമിച്ചതാണ് പിന്നീട് അത് ഐക്യത്തിന്റെ തരത്തിലേക്കൊക്കെ മാറിയത് എന്നത് കൂടി നമ്മൾ തിരിച്ചറിയുക. ഏതായാലും നമ്മളെ സംബന്ധിച്ച് അള്ളാഹും റസൂലും എന്താണോ മതമായി പഠിപ്പിച്ചത് അത് മാത്രം മതമായി സ്വീകരിക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നോ നമ്മുടെ ബുദ്ധിക്ക് അത് സ്വീകാര്യമല്ല എന്നോ നമുക്കത് തത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നോ ഒക്കെയുള്ള ന്യായം പറഞ്ഞ് തള്ളാൻ നമുക്ക് പാടില്ല. അള്ളാഹു മുസ്ലിം പഠിപ്പിക്കാത്ത ഒന്ന് മതമായി കൊണ്ടുവരാനും പാടില്ല. രണ്ടിന്റെയും ഇടയ്ക്കാണ് ഹക്കുള്ളത്, തള്ളിക്കളയലല്ല, പഠിപ്പിക്കാത്തത് കൂടി മതമായി കൊണ്ടുവരലുമല്ല. രണ്ടിന്റെയും ഇടയിൽ മധ്യമമായ നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. ആ നിലയ്ക്ക് നമ്മൾ ദീൻ ഉൾക്കൊള്ളണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങളുള്ള ബാക്കിയാവല്ലേ? സ്വലിയായ സന്താനം, അതുപോലെ അവർ ചെയ്ത നന്മകള്, സ്വതക്ക. അപ്പോ വേറൊരു വ്യക്തി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതെങ്ങനെ സ്വീകരിക്കുമോ? മറ്റൊരാളുടെ പ്രാർത്ഥന എങ്ങനെയാണ് മരണപ്പെട്ട വ്യക്തിക്ക് സ്വീകരിക്കപ്പെടുക? അവിടെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് 3 കാര്യം ബാക്കിയാകും എന്ന് പറഞ്ഞു. ഒന്ന് അവൻ പ്രചരിപ്പിച്ച വിജ്ഞാനം, അത് അവന്റെ അധ്വാന ഫലമാണ്. നമ്മളിവിടെ മുഖാമുഖം നടത്തി, ഞങ്ങളൊക്കെ മരിച്ചു പോയാലും ഒരു പക്ഷേ ഇതിങ്ങനെ സീഡിയായും അതേപോലെ യൂട്യൂബിലൂടെയും ഒക്കെ ഒരു പക്ഷേ പ്രചരിക്കും. ഇതിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ചില ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റം വരും. അവരിലൂടെ ഒരുപാട് ആളുകൾക്ക് ഒരു പക്ഷേ ഭാവിയിൽ മാറ്റം വരും. അതൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു അധ്വാനത്തിന്റെ ബാക്കി പത്രമാണല്ലോ. അപ്പൊ അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചെയ്തു വെച്ച കർമ്മങ്ങളുടെ തുടർച്ചയായിട്ടാണ് അത് നമുക്ക് ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ ജാരിയായ സ്വതക്കൾ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ, പള്ളികൾക്ക്, മദ്രസകൾക്ക്, സ്ഥാപനങ്ങൾക്ക്, അതുപോലെ സ്ഥിരമായി നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്ക് നൽകുന്ന സാമ്പത്തികമായ ശാരീരികമായ അതിന് നൽകുന്ന സംഭാവനകൾ, അത് ആ സംരംഭം എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അതും അവന്റെ അധ്വാന ഫലമാണ്. മൂന്നാമത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അതും അവന്റെ അധ്വാനമാണ് മക്കൾ എന്നുള്ളത്. അവനാണ് പഠിപ്പിച്ചത്, അവനാണ് വളർത്തിക്കൊണ്ടുവന്നത്, അവനാണ് അവർ ഇസ്ലാമികമായ മര്യാദകൾ നൽകിയത്. അതുകൊണ്ട് ഇവന്റെ അധ്വാന ഫലം തന്നെയാണ് മക്കൾ, അതും ഇവന്റെ കർമ്മമായി പരിഗണിക്കപ്പെടും. അങ്ങനെ കർമ്മങ്ങളുടെ ഫലം കിട്ടുക എന്നത് ഈ 3 പരിമിതമാണ്. മറ്റൊരാളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അയാൾ പ്രാർത്ഥിച്ചതിന്റെ കൂലിയല്ല നമുക്ക് കിട്ടുന്നത്, പ്രാർത്ഥിച്ചതിന്റെ കൂലി അയാൾക്ക് തന്നെയാണ്. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ട അതിന്റെ ഗുണഫലമാണ് ലഭിക്കുന്നത്. അള്ളാഹുവിനെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചതിനുള്ള പ്രതിഫലം പ്രാർത്ഥിച്ച ആൾക്ക് തന്നെയാണ്, അത് മരിച്ച ആൾക്കല്ല. എന്നാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ റിസൾട്ട് എന്താണ്? പുറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചു, റബ്ബ് സ്വീകരിച്ചു, എന്താ കിട്ടുക? അയാൾക്ക് പുറത്തു കൊടുക്കും. ആ പ്രാർത്ഥനയുടെ ഗുണമാണ് അയാൾ അനുഭവിക്കുന്നത്. പ്രാർത്ഥിക്കുക എന്ന ഇബാദത്ത് ചെയ്തതിന് കൂലി പ്രാർത്ഥിച്ച ആൾക്ക് തന്നെയാണ്. അതാണ് വ്യത്യാസം. ഇതങ്ങനെ പ്രാർത്ഥിക്കാൻ ഖുർആൻ ഹദീസും പഠിപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കാൻ ഖുർആൻ ഹദീസും പഠിപ്പിച്ചു. വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോൾ റബ്ബനാ വ ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ,
ഞങ്ങൾക്കും ഞങ്ങളെ മുമ്പ് കഴിഞ്ഞുപോയ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് ഖുർആൻ എടുത്തു പറയുകയും ചെയ്തു. ഇപ്പൊ പ്രമാണമുണ്ട്. അതോടൊപ്പം ചെയ്ത ഇബാദത്തിന് കൂലിയല്ല കിട്ടുക. എന്നാൽ മക്കൾ ചെയ്യുമ്പോഴല്ല, മക്കളുടെ പ്രവർത്തനത്തിന്റെ അതിന്റെ പ്രതിഫലം തന്നെ ഇവർക്കുമുണ്ട്. കാരണം ഇവന്റെ അധ്വാന ഫലമാണ്. പഠിപ്പിച്ച ഇൽമിന്റെ പ്രചാരം നാട്ടു നടക്കുമ്പോൾ ഈ വയല് കേട്ട് എത്ര നന്നായോ അവർ ഇനി എന്തെല്ലാം നന്മകൾ ചെയ്തോ അതിന്റെ വിഹിതം നമുക്ക് ലഭിക്കുകയാണ്. കാരണം എന്താ, ഈ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് അയാൾ ആ നന്മ ചെയ്യാൻ നിമിത്തമായത്. അതാണ് വ്യത്യാസം. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമല്ല. ക്ലിയറാണോ? ശരി, അപ്പൊ അവസാനിപ്പിക്കണം. 9:30 വരെയാണ് നമുക്കിവിടെ നിയമപാലകർ അനുവദിച്ച സമയം. അത് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വന്നു. ദീന് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തിയത്. ആ ഒരു ആത്മാർത്ഥത തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. ഞങ്ങളൊക്കെ നാട്ടിൽ യാത്ര ചെയ്തു വന്നതും നിങ്ങളൊക്കെ ഇവിടെ സമയം ചെലവഴിച്ചു വന്നതുമെല്ലാം നമുക്ക് നാളെ പരലോകത്തിൽ ലാഭമായി കിട്ടണം. അതല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടം തന്നെയാണ്. അല്ലാഹു തആല ആ നിലക്ക് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും ധാരാളമായി ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പാലിക്കുവാനും അത് പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തന്റെ ഇടവും ഓർമ്മശക്തിയും എല്ലാം അല്ലാഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.